Hi Sundaris, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറേ പേര് എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. ഇത് ബെയർ ഫുട്ട് ഷൂസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടാൻ പറ്റിയ ഒരു ചെരുപ്പെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ അടിവശം കവർ ആവില്ല. അതുകൊണ്ട് തന്നെ നടക്കാൻ പ്രായമായ കുട്ടികൾക്ക് പറ്റില്ല. പക്ഷെ ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, എടുത്ത് നടക്കണ, അത് മുട്ടുകുത്തി നടക്കണ കുട്ടികൾക്ക്, അവർക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്കിത് കാലിൽ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ഭംഗിയാണ്. സോ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട. ആകെ വേണ്ടത് നമുക്ക് പൂവാണ്, 2 പൂ വേണം. സോ അതിന് നമുക്ക് കടയിൽ നിന്ന് പൂവായിട്ട് മേടിക്കാൻ കിട്ടും. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ മേടിക്കാം. അല്ല വെച്ചാൽ ഈ പൂവ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ളത് ആ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കൂ, ഞാൻ കാർട്ടിലിടാം. ഇനി നിങ്ങൾക്ക് പൂ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പൂ മേടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ടത് എലാസ്റ്റിക് ആണ്. ഇങ്ങനത്തെ എലാസ്റ്റിക് ആണ് വേണ്ടത്. വളരെ തിന്നായിട്ടുള്ള എലാസ്റ്റിക് ആണ്. സോ ഇത് ആദ്യം തന്നെ ആങ്കിളിൻ്റെ അവിടെ വെച്ചിട്ട് എത്രയാണോ ആങ്കിൾ കവർ ആവണേ അത്ര വെച്ചിട്ട് മുറിക്കുക. അതിൽ നിന്ന് ലേശം കൂട്ടിയെടുക്കുക, കാരണം തുന്നുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് വേണം, കുറച്ച് മാത്രം കൂട്ടിയെടുക്കുക. പിന്നെ ഈ കാൽപ്പത്തിയുടെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് അവിടെയും ഒരു ലേശം കൂട്ടിയെടുത്തിട്ട് വെട്ടുക. ഇത്ര മാത്രം എലാസ്റ്റിക്കേ നമുക്ക് വേണ്ടൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാലിൻ്റെ വണ്ണം എത്രയാണോ അതിനനുസരിച്ചുള്ളത് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് തുന്നി പിടിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ആങ്കിൾ ലെങ്ത്തിൽ വരുന്ന എലാസ്റ്റിക് ഉണ്ടല്ലോ, ആങ്കിളിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു മെഷർമെൻ്റ് എടുത്തിട്ടില്ലേ, അതെന്താ വേണ്ടത് വെച്ചാൽ അത് ഇതേപോലെ കിടത്തി വെക്കുക. കിടത്തി വെച്ചതിന് ശേഷം അതിൻ്റെ അറ്റത്ത് നമ്മൾ സൂചി നൂലും ഉപയോഗിച്ച് നല്ലോണം നല്ല സ്ട്രോങ് ആയിട്ട് ഒരു 10-15 തവണയെങ്കിലും തുന്നി കൊടുക്കുക, ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ് ഈ ആങ്കിളിൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് വെക്കണേന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ആങ്കിളിൻ്റെ അവിടെ വരുന്നത് ഇതേപോലെ കിടത്തി വെക്കുകയാണ് ചെയ്യുക. ഇനി കാൽപ്പത്തിയുടെ അവിടെ വരുന്നത് വേറൊരു തരത്തിലാണ് വെക്കുക, അതിപ്പോൾ കാണാം. സോ ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ആങ്കിളിൻ്റെ അവിടെ വരുന്നത് നമ്മൾ തുന്നി നല്ല സെക്യൂർ ആയി വെച്ചു. ഇനി കാൽപ്പത്തിയുടെ അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ റാ ഷേപ്പിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആങ്കിളിൻ്റെ അവിടെ വരുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് കിടത്തി വെക്കുകയാണ് ചെയ്തത്. ഇത് റാ ഷേപ്പിൽ വെക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് വരില്ല നമ്മൾ എങ്ങനെ വെച്ചാലും, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ഡിസ്കംഫോർട്ട് ഉണ്ടാവാണ്ടിരിക്കാനും പിന്നെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ഇതേ പൊസിഷനിൽ തന്നെ വെക്കുന്നത്. നേരത്തെ തുന്നി പിടിപ്പിച്ച പോലെ തന്നെ ഇതും നല്ല സെക്യൂറായി ഒരു 10-15 തവണയെങ്കിലും കൈത്തുന്നൽ കൊടുത്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂയിങ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല, കൈത്തുന്നൽ വഴി തന്നെ കാര്യം നടക്കും. സോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണിത്. സോ നമ്മളിത് നന്നായി സെക്യൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കഷ്ണം തുണി ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം. അത് നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എലാസ്റ്റിക്കൊക്കെ തുന്നി പിടിപ്പിച്ചില്ലേ, അപ്പോൾ അവിടെ അതൊരു അഭംഗിയാണ്. അത് മാത്രമല്ല ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു അസ്വസ്ഥത തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സോഫ്റ്റ് തുണി എടുത്തിട്ട് അതിൻ്റെ മീതെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് തുന്നി കൊടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, വളരെ നീറ്റ് ഫിനിഷാണ്. അതിനേക്കാളും ഉപരി ഈ എലാസ്റ്റിക് കുഞ്ഞുങ്ങളുടെ കാലിൽ കൊണ്ടിട്ട് ഒട്ടും ഡിസ്കംഫേർട്ട് ഉണ്ടാവില്ല. പിന്നെ ഇതിട്ട ചിലർക്ക് ചോദ്യം ഉണ്ടാവും, കുഞ്ഞുങ്ങൾക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാവുമോ എന്നുള്ളത്. എൻ്റെ മോൾക്ക് അവൾക്കൊരു 11 മാസമായപ്പോഴാണ് എൻ്റെ മോള് നടക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാനിത് എല്ലാ ഉടുപ്പിനും മാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പുറത്തേക്ക് കല്യാണങ്ങൾക്കും അതിനൊക്കെ പോകുമ്പോൾ പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ ഒപ്പം ഞാൻ എപ്പോഴൊക്കെ ഉടുപ്പ് തുന്നിയിട്ടുണ്ടോ അതിൽ നിന്ന് ബാക്കി വെച്ചിട്ട് ഇത് തുന്നിയെടുക്കാറുണ്ട്. മോൾക്ക് അങ്ങനെ ഡിസ്കംഫേർട്ടൊന്നും ഉണ്ടായിട്ടില്ല, അവൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. സോ അങ്ങനെ ഒരു തരത്തിലും ഡിസ്കംഫേർട്ടൊന്നും ഉണ്ടാവില്ല. സോ നമ്മളിത് തുന്നിക്കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് നോക്കാം കേട്ടോ. സോ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതാണ് ആങ്കിളിൻ്റെ അവിടെ പോണതെന്നും ഏതാണ് കാൽപ്പത്തിയുടെ അവിടെ വരികയെന്നും. കാരണം ആങ്കിളിൻ്റെ അവിടെ പോണത് നമ്മൾ ഒരു കിടത്തിയാണൊന്ന് തുന്നുണ്ടായത്, കാൽപ്പത്തിയുടെ അവിടെ വരുന്നത് റാ പോലെയും. ഇനി ആദ്യം തന്നെ ആങ്കിളിൻ്റെ അവിടേക്കുള്ളത് ഉള്ളിലേക്ക് ആക്കി നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ കാൽപ്പത്തിയുടെ അവിടെ വരുന്നത് ഇതേപോലെ ഇട്ട് കൊടുക്കുക. സോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തുന്നുമ്പോൾ, കാരണം നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ രണ്ടിൻ്റെയും മെഷർമെൻറ്റ് 2 ആയിരിക്കും. അപ്പോൾ അത് ഏതിൻ്റെയാണ് അത് കാൽപ്പത്തിയുടെ ഏതാണ് ആങ്കിളിൻ്റെ ഏതാണെന്ന് നോക്കിയിട്ട് വേണം തുന്നി പിടിപ്പിക്കാനായിട്ട്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫ്ലാറ്റ് ഒരു 2 മിനിറ്റിൽ നമുക്ക് കാര്യങ്ങൾ 2 മിനിറ്റ് മതി, എക്സാക്ട്ലി 2 മിനിറ്റിൽ ഇത് തുന്നിയെടുക്കാം.
അത്ര എളുപ്പമാണ്. സോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വേസ്റ്റ് തുണിയോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉടുപ്പ് തുന്നിയതിന് ശേഷം അതിൽ നിന്ന് ബാക്കിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഏതെങ്കിലും എടുത്തിട്ട് തുന്നി പിടിപ്പിക്കാം. ഏത് തരത്തിൽ പൂ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അല്ലാച്ചോ കടയിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ചെറിയ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.